ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഇടിമിന്നലേറ്റ് മരിക്കുക, പാമ്പ് കടിയേറ്റ് മരിക്കുക, കള്ളന്മാർ തല്ലിക്കൊല്ലുക, ചുവര് വീണ് മരിക്കുക, സിംഹം മുതലായ ജന്തുക്കളുടെ കടിയേറ്റ് മരിക്കുക, ഇങ്ങനെയുള്ളവർക്കൊന്നും സൽഗതിയില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. മാത്രമല്ല, ഇവർക്ക് ഇന്ദ്രലോകമോ അല്ലെങ്കിൽ ബ്രഹ്മലോകമോ വൈകുണ്ഠപ്രാപ്തിയോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തക്ഷകന്റെ ദംശനമേറ്റ് 7-ാം നാൾ മരിച്ച പരീക്ഷിത് മഹാരാജാവിന് എങ്ങനെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടായി എന്ന് ബ്രഹ്മദേവൻ അതിശയിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അവിടെയാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. ഭാഗവത കഥാശ്രവണം കൊണ്ട് ഏത് മഹാപാപിക്കും മോക്ഷം എന്ന ഒരു വലിയ പരമസത്യം. അപ്പോൾ ഭാഗവതം ആർക്ക് വേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നത്? കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ കാലമാകുന്ന സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടി മാറ്റി നമുക്ക് ആ അമൃതത്വത്തെ പാനം ചെയ്യാൻ വേണ്ടി ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിച്ച വേദാന്ത സാരമാകുന്നു ശ്രീമദ് മഹാഭാഗവതം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഇതിലും വലിയൊരു മാർഗമില്ല. ഭാഗവതം സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി നമ്മുടെ മനസ്സ് ഭക്തിയിലേക്ക് പോവുകയും ആ ഭഗവാനിലേക്ക് അടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഭാഗവത കഥാശ്രവണത്തിലുള്ള മഹാഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.